Dear children, let's start the topic chemical properties of metal. അതിന്റെ ഫസ്റ്റ് പ്രോപ്പർട്ടി ആണ് പറയാൻ പോകുന്നത് റിയാക്ഷൻ വിത്ത് എയർ ഓർ ഓക്സിജൻ. Chemical properties of metal. First one, reaction with oxygen. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന കാര്യമാണ് മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ഒരു വൈറ്റ് കളറിലെ പൗഡർ ഫോം ചെയ്യും. കാരണം മഗ്നീഷ്യം റിയാക്ട്സ് വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഫോം മഗ്നീഷ്യം ഓക്സൈഡ്. അതാണ് മഗ്നീഷ്യത്തിന്റെ പുറത്ത് ഡെപ്പോസിറ്റ് ചെയ്യുന്ന വൈറ്റ് കളറിലെ ആഷ്. അപ്പോൾ മഗ്നീഷ്യം reacts with the oxygen to form magnesium oxide. Similarly, calcium reacts with the oxygen to form calcium oxide. Then copper. കോപ്പറിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പുറത്ത് ഒരു ബ്ലാക്ക് കളറിലെ കോട്ടിംഗ് ഫോം ചെയ്യും. ബിക്കോസ് കോപ്പർ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം കോപ്പർ ഓക്സൈഡ്. നമ്മൾ ഇവിടെ എടുത്ത മഗ്നീഷ്യം, കാൽഷ്യം, കോപ്പർ ഇതെല്ലാം മെറ്റൽ ആണല്ലോ. ഈ മെറ്റൽ ഓക്സിജനുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. സോ മെറ്റൽ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഫോം മെറ്റാലിക് ഓക്സൈഡ്. അപ്പോൾ ഒരു മെറ്റൽ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്തായിരിക്കും? ഏത് മെറ്റലാണോ അതിന്റെ കറസ്പോണ്ടിങ് ഓക്സൈഡ് ഫോം ചെയ്യും. അപ്പോൾ ഫസ്റ്റ് റിയാക്ഷൻ, മെറ്റൽസ് റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഫോം മെറ്റാലിക് ഓക്സൈഡ്. ഇനി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെറ്റാലിക് ഓക്സൈഡ്സ് ഹാവ് ബേസിക് നേച്ചർ. ഒരു മെറ്റൽ ഓക്സൈഡിന് എപ്പോഴും ഏത് നേച്ചർ ആയിരിക്കും? ബേസിക് നേച്ചർ. ബിക്കോസ് metal oxide reacts with the acid to form salt and water. Example, copper oxide reacts with the HCl to form copper chloride and water. Here, copper oxide, it is a metallic oxide which reacts with the HCl. HCl is acid. To form copper chloride. Copper chloride is salt and we get another product, water. According to neutralization reaction, acid reacts with the base to form salt and water. അപ്പോൾ ആസിഡ് ബേസുമായിട്ട് റിയാക്ട് ചെയ്തെങ്കിൽ സോൾട്ടും വാട്ടറും ഫോം ചെയ്യും. അങ്ങനെ നോക്കുവാണെങ്കിൽ ഇവിടെ സോൾട്ടും വാട്ടറും ഫോം ചെയ്യണമെങ്കിൽ ഈ HCl എന്ന് പറയുന്ന ആസിഡ് എന്തുമായിട്ടായിരിക്കണം റിയാക്ട് ചെയ്യേണ്ടത്? ഒരു ബേസുമായിട്ടായിരിക്കും. അപ്പോൾ മെറ്റാലിക് ഓക്സൈഡിന്റെ നേച്ചർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ബേസിക് നേച്ചർ. പക്ഷേ സം മെറ്റാലിക് ഓക്സൈഡ്സ് റിയാക്ട്സ് ആസിഡ് ആസ് വെൽ ആസ് ബേസ് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. That type of metallic oxides are known as amphoteric oxides. നമ്മൾ ഇപ്പം പറഞ്ഞതനുസരിച്ച് ഒരു മെറ്റൽ ഓക്സൈഡ് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടത്തുള്ളൂ. കാരണം മെറ്റൽ ഓക്സൈഡിന് ബേസിക് നേച്ചർ ആണെന്നും പറഞ്ഞു. പക്ഷെ വളരെ കുറച്ച് മെറ്റൽ ഓക്സൈഡ്സിന് ആസിഡിനോടും അതേപോലെ തന്നെ ബേസിനോടും റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും ഫോം ചെയ്യാനുള്ള കഴിവുണ്ട്. അങ്ങനെയുള്ള മെറ്റൽ ഓക്സൈഡിനെ പറയുന്ന പേരാണ് ആംഫോട്ടറിക്. ആംഫോട്ടറിക് എന്ന് പറഞ്ഞാൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുക, ഇവിടെ ബേസുമായിട്ടും റിയാക്ട് ചെയ്യുക. അപ്പോൾ വാട്ട് ആർ ആംഫോട്ടറിക് ഓക്സൈഡ്സ്? മെറ്റൽ ഓക്സൈഡ്സ് റിയാക്ട് ആസിഡ് ആസ് വെൽ ആസ് ബേസ് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. Amphoteric oxide. Metal oxides which react both acids as well as bases to form salt and water. ആസിഡും അതോടൊപ്പം തന്നെ ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും ഫോം ചെയ്യാൻ കഴിവുള്ള മെറ്റാലിക് ഓക്സൈഡ്സിനെ മാത്രമാണ് എന്തെന്ന് വിളിക്കുന്നത്? ആംഫോട്ടറിക് ഓക്സൈഡ്സ്. എക്സാമ്പിൾ, സിങ്ക് ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്,
അതുപോലെ ലെഡ് ഓക്സൈഡും എക്സാമ്പിൾ ആണ്. പക്ഷെ നമുക്ക് പഠിക്കാനുള്ളത് സിങ്ക് ഓക്സൈഡും അലൂമിനിയം ഓക്സൈഡും. അപ്പൊ സിങ്ക് ഓക്സൈഡിനും അലൂമിനിയം ഓക്സൈഡിനും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുണ്ട്, ബേസുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുണ്ട്. എക്സാമ്പിൾ പറഞ്ഞാല് സിങ്ക് ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് HCl. ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ പറയുന്നത് സിങ്ക് ഓക്സൈഡ് HCl-ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ സിങ്കും ക്ലോറിനും കൂടെ കമ്പൈൻ ചെയ്ത് സിങ്ക് ക്ലോറൈഡ്. 2 മോളിക്യൂൾ HCl ആണ്. 2 മോളിക്യൂളിന് 2 ക്ലോറിൻ കിട്ടും. 2 ക്ലോറിൻ സിങ്കുമായിട്ട് കമ്പൈൻ ചെയ്ത് സിങ്ക് ക്ലോറൈഡ്. ദെൻ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടെ കമ്പൈൻ ചെയ്തിട്ട് വാട്ടറുമായിട്ട് മാറും. ഇതാണ് ആസിഡുമായിട്ടുള്ള ഒരു റിയാക്ഷൻ. സിമിലർലി സൾഫ്യൂരിക് ആസിഡ് നമുക്ക് എടുക്കാം. സിങ്ക് ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ടു ഫോം. സിങ്കും സൾഫേറ്റും കൂടെ ചേർന്നിട്ട് സിങ്ക് സൾഫേറ്റ്. ദെൻ H2ഉം ഓക്സിജനും കൂടെ ചേർന്നിട്ട് വാട്ടർ. അപ്പൊ നമുക്ക് കിട്ടിയത് ഒരു സോൾട്ടും കിട്ടി, വാട്ടറും കിട്ടി. ഇനി ഇതേപോലെ ബേസുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുണ്ടെന്ന് പറഞ്ഞു. ബേസുമായിട്ടുള്ള റിയാക്ഷൻ ആണ് സിങ്ക് ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡ് is a base to form sodium syngate. Sodium syngate. Formula of sodium syngate Na2ZnO2. സോഡിയത്തിന്റെ സിമ്പൽ Na. സിംഗേറ്റ് ഫോർമുല ZnO2. നമ്മുടെ സൾഫേറ്റ് ക്ലോറൈറ്റ് എന്നൊക്കെ പറയുന്ന പോലാണ് സിംഗേറ്റ് ZnO2. വാലൻസി ഓഫ് സോഡിയം 1 സിംഗേറ്റ് 2. ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴാണ് Na2ZnO2 പ്ലസ് ദെൻ വാട്ടർ. ഇതാണ് ബേസുമായിട്ടുള്ള റിയാക്ഷൻ. അപ്പം പരീക്ഷയ്ക്ക് വാട്ട് ആർ ആംഫോട്രിക് ഓക്സൈഡ് എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ സിങ്ക് ഓക്സൈഡ് എഴുതുവാണെങ്കിൽ ആസിഡുമായിട്ടുള്ള ഒരു റിയാക്ഷൻ എഴുതിയിരിക്കണം, ബേസുമായിട്ടുള്ളത് എഴുതിയിരിക്കണം. കാരണം ആംഫോട്രിക് എന്ന് പറഞ്ഞാൽ ആസിഡും അതോടൊപ്പം തന്നെ ബേസുമായിട്ട് റിയാക്ട് ചെയ്യാൻ കഴിവുള്ളതാ ആംഫോട്രിക്. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ കാണിക്കണം, ബേസുമായിട്ടുള്ളത് കാണിക്കണം. അല്ലാതെ ആസിഡ് മാത്രം എഴുതിയാൽ മതി അല്ലെങ്കിൽ ബേസ് മാത്രം എഴുതിയാൽ മതി എന്ന് വിചാരിക്കല്. ആസിഡും ബേസുമായിട്ടുള്ള റിയാക്ഷൻ നമ്മൾ എഴുതിയിരിക്കണം. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ സിങ്ക് ഓക്സൈഡ്. സിങ്ക് ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് HCl to form zinc chloride and water. Or zinc oxide reacts with sulfuric acid to form zinc sulfate and water. Then ബേസുമായിട്ടുള്ള റിയാക്ഷൻ zinc oxide reacts with NaOH to form sodium syngate and water. Next, aluminium oxide. It is also an amphoric oxide, Al2O3. Amphoric ആകുമ്പോൾ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യും, ബേസ്. നമുക്ക് ആദ്യമേ ആസിഡുമായിട്ട് എഴുതാം. Al2O3 plus HCl. 2 form അലൂമിനിയവും ക്ലോറിനും കൂടെ ചേർന്ന അലൂമിനിയം ക്ലോറൈഡ്. വാലൻസി ഓഫ് അലൂമിനിയം 3, ക്ലോറിൻ 1. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ we get the formula AlCl3 plus ഹൈഡ്രജനും ഓക്സിജനും കൂടെ കമ്പൈൻ ചെയ്ത് വാട്ടർ. Then അലൂമിനിയം ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് സൾഫ്യൂരിക് ആസിഡ്. സൾഫ്യൂരിക് ആസിഡ് ഒരു ആസിഡ് ആണല്ലോ. 2 form അലൂമിനിയം സൾഫേറ്റ് Al2SO4 thrice പ്ലസ് H2O. അലൂമിനിയം ഓക്സൈഡിന്റെ ആസിഡുമായിട്ടുള്ള 2 റിയാക്ഷൻ എഴുതി എക്സാമിന് ചോദിക്കുമ്പോൾ ഏതെങ്കിലും ഒരു റിയാക്ഷൻ നിങ്ങൾ എഴുതിയാൽ മതി. അലൂമിനിയം ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് HCl ആണെങ്കിൽ we get അലൂമിനിയം ക്ലോറൈഡ് ആൻഡ് വാട്ടർ. ഇനി അലൂമിനിയം ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ we get അലൂമിനിയം സൾഫേറ്റ് ആൻഡ് വാട്ടർ. ഇനി ബേസുമായിട്ടുള്ള റിയാക്ഷൻ വേണ്ടേ? Al2O3 പ്ലസ് ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ്. നമ്മൾ ഇപ്പം പറഞ്ഞു സിങ്ക് ഓക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സോഡിയം സിങ്കേറ്റ് ആണ്. എങ്കിൽ അലൂമിനിയം ഓക്സൈഡ് സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സോൾട്ട് ആണ് സോഡിയം അലൂമിനേറ്റ്. സിങ്ക് ഓക്സൈഡ് ആകുമ്പോൾ സിങ്കേറ്റ്, അലൂമിനിയം ഓക്സൈഡ് ആകുമ്പോൾ അലൂമിനേറ്റ്. സോഡിയം അലൂമിനേറ്റ്.
ഇതിന്റെ ഫോർമുല സോഡിയം സിമ്പൽ Na, aluminate AlO2. Then valency of sodium 1, aluminate 1. ഇന്റർചേഞ്ച് ചെയ്താലും നമുക്ക് എന്ത് തന്നെ ആയിരിക്കും കിട്ടുന്നത്? NaAlO2. അപ്പം we get sodium aluminate. Formula NaAlO2 plus water. അലൂമിനിയം ഓക്സൈഡിന്റെ ആസിഡും ബേസുമായിട്ടുള്ള റിയാക്ഷൻ എഴുതിയിരിക്കുന്നത് അലൂമിനിയം ഓക്സൈഡ് റിയാക്ട്സ് വിത്ത് ആസിഡ് ടു ഫോം സോൾട്ട് ആൻഡ് വാട്ടർ. Example, aluminum oxide reacts with HCl to form aluminum chloride and water. Sulfuric acid ആണെങ്കിൽ aluminum sulfate and water. Then base ആയിട്ടുള്ള reaction. Aluminum oxide reacts with the base, that is sodium hydroxide, to form sodium aluminate and water. അപ്പൊ ആഫോട്രിക് ഓക്സൈഡ് നമ്മൾ പറഞ്ഞു ആസിഡും അതേപോലെ ബേസുമായിട്ട് റിയാക്ട് ചെയ്ത് സോൾട്ടും വാട്ടറും ഫോം ചെയ്യും. രണ്ട് എക്സാമ്പിൾ പറഞ്ഞു, സിങ്ക് ഓക്സൈഡ് ആൻഡ് അലൂമിനിയം ഓക്സൈഡ്. എക്സാമിന് ചോദിക്കുന്നുണ്ട് ആസിഡുമായിട്ടുള്ള റിയാക്ഷൻ എഴുതിയിരിക്കണം, ബേസുമായിട്ടുള്ള റിയാക്ഷൻ എഴുതിയിരിക്കണം. ഇനി എല്ലാ മെറ്റാലിക് ഓക്സൈഡും വാട്ടറിൽ ഡിസോൾവ് ചെയ്യത്തില്ല. ഒരു മെറ്റാലിക് ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ആൽക്കലി ആയിരിക്കും. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ചായിരുന്നു ആൽക്കലി മീൻസ് ബേസസ് വിച്ച് ഡിസോൾവ്സ് ഇൻ വാട്ടർ. അപ്പൊ ഒരു മെറ്റാലിക് ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു ബേസ് ആയിരിക്കും. പക്ഷെ എല്ലാ ബേസും വാട്ടറിൽ ഡിസോൾവ് ചെയ്യത്തില്ല. വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്ന ആ ബേസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റും? ആൽക്കലി. എക്സാമ്പിൾ സോഡിയം ഓക്സൈഡ്. ഇതൊരു മെറ്റാലിക് ഓക്സൈഡാണ് which dissolves in water to form sodium hydroxide. അപ്പൊ സോഡിയം ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണ്. ഇത് വാട്ടറിൽ സോല്യൂബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഇതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? സോഡിയം ഹൈഡ്രോക്സൈഡ് ഈസ് ആൻ ആൽക്കലി. അതോടൊപ്പം തന്നെ ഇത് ബേസും ആണ്. ഹൈഡ്രോക്സൈഡ് വന്നു കഴിഞ്ഞാൽ അത് എന്തായിരിക്കും? ബേസ്. ദെൻ അലൂമിനിയം ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഇതൊരു ബേസാണ്, പക്ഷെ ഇത് വാട്ടറിൽ സോല്യൂബിൾ അല്ല. അതുകൊണ്ട് ഇതിനെ നമുക്ക് ആൽക്കലി എന്ന് വിളിക്കാൻ പറ്റില്ല. ദെൻ മഗ്നീഷ്യം ഓക്സൈഡ് reacts with the water to form magnesium hydroxide. ഈ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും വാട്ടറിൽ ഇൻസോല്യൂബിൾ ആണ്, ബേസ് ആണ്, ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആൻ ആൽക്കലി. Then potassium oxide which dissolves in water or reacts with the water to form KOH. ഇത് ബേസ് ആണ്, അതോടൊപ്പം തന്നെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യും. അതുകൊണ്ട് ഇതിനെ നമുക്ക് എന്തെന്നും വിളിക്കാൻ പറ്റും? ആൽക്കലി. അപ്പൊ ഒരു മെറ്റാലിക് ഓക്സൈഡ്, ഇപ്പൊ നമ്മളെടുത്ത സോഡിയം ഓക്സൈഡ്, അലൂമിനിയം ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്, പൊട്ടാഷ്യം ഓക്സൈഡ്, ഇതെല്ലാം മെറ്റൽ ഓക്സൈഡാണ്. ഒരു മെറ്റൽ ഓക്സൈഡ് വാട്ടറുമായിട്ട് റിയാക്ട് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഏത് മെറ്റൽ ഓക്സൈഡാണോ അതിന്റെ കറസ്പോണ്ടിങ് ഹൈഡ്രോക്സൈഡ് ആയിരിക്കും. സോഡിയം ഓക്സൈഡ് ആണെങ്കിൽ സോഡിയം ഹൈഡ്രോക്സൈഡ്, പൊട്ടാസ്യം ഓക്സൈഡ് ആണെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ് ആണെങ്കിൽ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്, ദെൻ അലൂമിനിയം ഓക്സൈഡ് ആണെങ്കിൽ അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഇതിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യുന്നതിനെ മാത്രമാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ആൽക്കലി. എക്സാമ്പിൾ sodium oxide dissolves in water to form sodium hydroxide. So it is known as an alkali. Then potassium oxide. ഇതും വാട്ടറിൽ സോല്യൂബിൾ. അതുകൊണ്ട് നമുക്ക് അതിനെ എന്തെന്ന് വിളിക്കാൻ പറ്റും? ആൽക്കലി. ഇനി നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ് സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ കെപ്റ്റ് ഇൻ കെറോസിൻ. വൈ? നമ്മൾ സോഡിയം പൊട്ടാസ്യം കെറോസിനകത്താണ് സൂക്ഷിക്കുന്നത്. എന്തുകൊണ്ട്? ബിക്കോസ് സോഡിയവും പൊട്ടാസ്യവും നമ്മളിപ്പോ കെറോസിനകത്തല്ലാതെ ഒരു പീസ് സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് അറ്റ്മോസ്ഫിയറിലെ ഓക്സിജനുമായിട്ട് കോണ്ടാക്ട് വരും. കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ ആ റിയാക്ഷൻ, ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ എന്ന് പറയുന്നത് എക്സ്പ്ലോസീവ്, തീ പിടിക്കുക, നമുക്ക് കാണാൻ പറ്റുന്നത് കത്തുന്നത്.
അത് അപകടമാണ്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് സൂക്ഷിക്കുന്നത് മണ്ണെണ്ണയ്ക്കകത്ത്, കെറോസിനകത്ത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനും ഈ മെറ്റലും തമ്മിലുള്ള കോണ്ടാക്ട് അവിടെ ഇല്ലാതെ വരും. അപ്പോൾ അവിടെ റിയാക്ഷൻ നടക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ കെപ്റ്റ് ഇൻ കെറോസിൻ. അപ്പം സോഡിയം ആൻഡ് പൊട്ടാസ്യം ആർ കെപ്റ്റ് ഇൻ കെറോസിൻ. ഈ റീസൺ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? റിയാക്ഷൻ ഓഫ് സോഡിയം ആൻഡ് പൊട്ടാസ്യം വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ഈസ് highly explosive. To avoid the contact with atmospheric oxygen, these metals are kept in kerosene. ഇപ്പോൾ സോഡിയവും പൊട്ടാസ്യവും കെറോസിനകത്ത് സൂക്ഷിക്കാനുള്ള കാരണം ഓക്സിജനുമായിട്ടുള്ള റിയാക്ഷൻ ഹൈലി എക്സ്പ്ലോസീവ് ആണ്. അപ്പോൾ കെറോസിനകത്താണ് സൂക്ഷിക്കുന്നതെങ്കിൽ ഓക്സിജനുമായിട്ടുള്ള കോണ്ടാക്ട് ഇല്ലാതെ വരും. അങ്ങനെ നമുക്ക് ഒരു ആക്സിഡന്റൽ ഫയർസ് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റൽ, അതിന്റെ ഫസ്റ്റ് വൺ ആണ് നമ്മളിപ്പം പറഞ്ഞത്, റിയാക്ഷൻ വിത്ത് ഓക്സിജൻ. എന്തൊക്കെ പോയിന്റ്സ് ആയിരുന്നു നമ്മൾ പഠിച്ചത്? മെറ്റൽ റിയാക്ട്സ് വിത്ത് അറ്റ്മോസ്ഫിയറിക് ഓക്സിജൻ ടു ഫോം മെറ്റൽ ഓക്സൈഡ്. മെറ്റൽ ഓക്സൈഡ് reacts with acid to form salt and water. So metallic oxides have basic nature. But some metal oxides which react both acid as well as base to form salt and water, that type of metallic oxides are known as amphoteric oxide. Example, zinc oxide and aluminum oxide, and the reaction is important. Then sodium and potassium are kept in kerosene. Why? To avoid the contact with the atmospheric oxygen. It is kept in kerosene.